അങ്ങനെ ബയൺ മ്യൂണിച്ചിനെ 2-1 പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് പതിവ് പോലെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പല്ലു ഫുട്ബോൾ. ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ റയലിന്റെ കാര്യം ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവസാനത്തെ വിസിൽ അടിക്കുന്നത് വരെ അവർ വിശ്വസിക്കാൻ പറ്റില്ല. 1-0 പിറകിലായാൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും കംബാക്ക് ചെയ്തിട്ട് അവർ ജയിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതറിഞ്ഞുകൊണ്ട് ടുഷിൽ എന്ന് കാണിച്ച പല ഡിസിഷൻസും എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഡിഫെൻസീവ് കൗണ്ടർ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയിലാണ് ബയൺ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഒരു പരിധി വരെ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. കളിയുടെ ആദ്യഘട്ടത്തിലൊക്കെ റയൽ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്തു, ഒരുപാട് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഒരു പ്ലെയറെ പറ്റിയിട്ട് എടുത്തു പറയേണ്ടതുണ്ട്, വിനീഷ്യസ് ജൂനിയർ. എൻ്റെ പൊന്നോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിനീഷ്യസ് ജൂനിയർ ടെററൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു അതിശയോക്തിയില്ലാത്ത വേർഡാണ്. കാരണം പുള്ളിയെ മാർക്ക് ചെയ്യാൻ വേണ്ടി സാനെ, ഡീലിറ്റ്, കിമിച്ച് ഈ 3 പേര് ശ്രമിച്ചിട്ട് പോലും പലപ്പോഴും ഇവരെ ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് പോകുന്ന വിനീഷ്യസ് ജൂനിയർ ആണ് നമ്മൾ കാണുന്നത്. അൺബിലീവബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പുള്ളി 1-2 പ്രാവശ്യം കൃത്യമായിട്ട് ബോള് റോഡ്രിഗോയിലേക്ക് എത്തിച്ചു. റോഡ്രിഗോ കിട്ടിയ പാസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോൾ ആവേണ്ട ചാൻസ് ആയിരുന്നു. ചെറിയ വ്യത്യാസത്തിലാണ് അത് പുറത്തേക്ക് പോയത്. റൈറ്റ് വിംഗ് എന്ന് റയൽ ഒരു കിഡിലൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മാനുവൽ നോയയുടെ ഒരു ഫിംഗർ ടിപ്പ് സേവ് കൊണ്ട് മാത്രമാണ് ബയൺ കളിയിൽ പിടിച്ചിരുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും റയൽ നന്നായിട്ട് തന്നെ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ബയണിന്റെ സൈഡിൽ നിന്ന് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. കെയ്ൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, താനെ ഒരു ഹാഫ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫൈനൽ തേർഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ബയണിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പൊ ട്രാൻസിഷൻ ആയാലും കാര്യമായിട്ടുള്ള ഡെലിവറി ആയാലും ഒരു കോർഡിനേഷൻ ഇല്ലാതെ കളിക്കുന്ന ഫ്രണ്ട് 3 ആണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഫസ്റ്റ് ലെഗിൽ കണ്ടുന്ന സാനയും സെക്കൻഡ് ലെഗിൽ കണ്ട സാനയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള ബോൾ ഡെലിവറി സാനയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ 2 ടീമുകൾക്കും കൃത്യമായിട്ടുള്ള ചാൻസോടെ ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിലാണ് മുമ്പോട്ട് പോയത്. സെക്കൻഡ് ഹാഫിൽ വന്നതോടെ എനിക്ക് തോന്നുന്നു ബയൺ കുറച്ചുകൂടി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കളിക്കാൻ തുടങ്ങി. കൃത്യമായിട്ട് അവർ ബോൾ ഹോൾഡ് ചെയ്യുന്നു, ലെഫ്റ്റ് വിങ്ങിലേക്കും റൈറ്റ് വിങ്ങിലേക്കും പാസ് ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള പ്ലേയേഴ്സിന്റെ മൂവ്മെന്റും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒരു ഇടയ്ക്ക് ഒരു ത്രൂ ബോൾ ഇട്ടുകൊണ്ട് ഒരു കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുക, 1-2 ചാൻസുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ ബയണ് കഴിഞ്ഞില്ല. അങ്ങനെ ഇഞ്ചുറി കാരണം ഗാൻബ്രി ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അൽഫോൺസോ ഡേവിസിനെ ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിൽ അൽഫോൺസോ ഡേവിസിന്റെ ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ബയണിനെ 1-0 മുമ്പിൽ എത്തിച്ചത്. പുള്ളി ഒരു കൗണ്ടർ അറ്റാക്കിന്റെ സമയത്ത് മിഡ്ഫീൽഡിൽ നിന്ന് കെയ്ൻ ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. വളരെ കൃത്യമായിട്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് ഈ പാസ് കൊടുക്കുകയാണ്. അൽഫോൺസോ ഡേവിസ് ഈ പാസ് കളക്ട് ചെയ്ത് ബോക്സിലേക്ക് വരുന്നു. അവിടെ റോഡ്രിഗോ വളരെ കൃത്യമായിട്ട് പുള്ളിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ അൽഫോൺസോ ഡേവിസ് കട്ട് ചെയ്തുകൊണ്ട് ബോക്സിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്നു. ഈ ബോള് കേർവ് ചെയ്ത് ബോക്സിലേക്ക് കയറുകയും കൂടി ചെയ്യുകയാണ്. അങ്ങനെ 68-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ബയൺ എത്തുകയും ചെയ്തു. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റയലാണ് കളിയിൽ ഡൊമിനേറ്റ് ചെയ്തത്, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ബയൺ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് പറയേണ്ടി വരും. തോമസ് ടുഷലിന്റെ സെലിബ്രേഷൻ ഒക്കെ അത് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതോടുകൂടി സ്റ്റേഡിയം ആകെ നിശബ്ദമായി, എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൊമെന്റ്സ് ആണ്. നമുക്കറിയാം 20 മിനിറ്റ് ബാക്കിയുണ്ട്, റയൽ എന്തായാലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ കളി കില്ല് ചെയ്യാനുള്ള 2-3 ചാൻസുകൾ ഈ സമയത്ത് കൗണ്ടർ അറ്റാക്കിലൂടെ ബയൺ ക്രിയേറ്റ് ചെയ്തു. കെയ്ൻ ഒരു 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു, പുള്ളി അത് സൈഡ് നെറ്റിംഗ് കൂടെ പുറത്തേക്ക് അടിച്ചു. ഒരു 1-against-4 സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് മിസ്സാക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കുറച്ചുകൂടി കൃത്യമായിട്ട് ബോൾ ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ബോക്സിലേക്ക് കയറേണ്ട പന്ത് തന്നെയായിരുന്നു. എന്നാൽ 85-ാമത്തെ മിനിറ്റ് വരെ ബയൺ പിടിച്ചു നിന്നു. ആ സമയത്താണ് ടുഷലിന്റെ സൈഡിൽ നിന്ന് വലിയൊരു മിസ്റ്റേക്ക് വരുന്നത്. അദ്ദേഹം ഒഫൻസിലെ എല്ലാ ഔട്ട്ലെറ്റിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കെയ്ൻ, സാനെ, മൂസിയാല ഇവരെയൊക്കെ വലിച്ചുകൊണ്ട് ചോപ്പോ മോട്ടിങ്, മുള്ളർ അവരെ ടീമിലേക്ക് കൊണ്ടുവരികയാണ്. എനിക്ക് തോന്നുന്നു ടുഷിൽ ആ സമയത്ത് കൊടുത്ത സിഗ്നൽ, നമ്മൾ കിമ്മിങ് ജായ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിഫെൻസീവ് മോഡിലേക്ക് പോവുകയാണ്, റയൽ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്തോ, നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു സിഗ്നലാണ് മാഡ്രിഡിന്റെ ക്യാമ്പിലേക്ക് കൊടുത്തത്. ആ സമയത്ത്
അൻസലോട്ടി ആരാ മോൻ? അൻസലോട്ടി വളരെ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ചെറിയ ചേഞ്ചസിലൂടെ കമവിംഗിനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. ഹൊസേലുവിനെ ഫോർവേഡ് ലൈനപ്പിലേക്ക് കൊണ്ടുവന്നു. ടാക്ടിക്കൽ ചേഞ്ചസിലൂടെ ലെഫ്റ്റ് വിങ്ങിലൂടെ വിനീഷ്യസ് ജൂനിയറിനെ കുറച്ചുകൂടി അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നു ഒന്നിന് പിറകെ ഒന്നായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മിസ്റ്റേക്ക് മാനുവൽ നോയറുടെ സൈഡിൽ നിന്ന് വരുവാണ്. നോയ അതുവരെ മാരക ഫോമിലായിരുന്നു. എനിക്ക് തോന്നുന്നു 3-4 കിഡിലൻ സേവുകൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. പുള്ളിയാണ് ബയേണിനെ മത്സരത്തിൽ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നോയയുടെ സൈഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വിനീഷ്യസ് ജൂനിയർ ബോക്സിന് പുറത്ത് വെച്ച് അടിച്ചൊരു പന്ത് നോയർ നോർമലി കളക്ട് ചെയ്യാൻ പോകുന്നു. പക്ഷേ പുള്ളിയുടെ കയ്യിൽ നിന്ന് ബോൾ വഴുതി പോകുന്നു. ഹൊസേലു റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം വളരെ കൃത്യമായിട്ട് ആ പന്ത് ബോക്സിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടിലൂടെ വന്ന് ആദ്യ ടച്ച് തന്നെ പുള്ളി പോസ്റ്റിലേക്കാണ് അടിക്കുന്നത്. 1-1 റയൽ കളിയിലേക്ക് തിരിച്ചു വന്നു. അതോടുകൂടി മൊമെന്റം ആകെ ഷിഫ്റ്റായി. ബയേണിന്റെ ഡിഫൻസിൽ ആകെ പാനിക് സിറ്റുവേഷൻ ആണ്. എന്താണ് ചെയ്യേണ്ടതെന്ന അവസ്ഥ. പലപ്പോഴും ബോക്സിലേക്ക് വന്ന പന്ത് ക്ലിയർ ചെയ്യാൻ പോലും ബയേണിന്റെ പ്ലേയേഴ്സിന് കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയായിരുന്നു. അധികം വൈകാതെ മിഡ്ഫീൽഡിൽ നിന്ന് ബോക്സിലേക്ക് വന്ന മറ്റൊരു പന്ത് ലെഫ്റ്റ് വിങ്ങിൽ റൂഡിഗറുടെ കാലിലേക്ക് എത്തിക്കുന്നു. റൂഡിഗർ ഒരു ടച്ച് എടുത്ത് കൃത്യമായിട്ട് അത് ബോക്സിലേക്ക് അടിക്കുന്നു. ഹൊസേലു വീണ്ടും റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പുള്ളി അത് ബോക്സിലേക്ക് എത്തിച്ചു. ഇത് ഓഫ് സൈഡ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഓഫ് സൈഡ് അല്ല. അങ്ങനെ 2-1 സ്കോറിലേക്ക് റയൽ തിരിച്ചു വന്നു. ഔട്ട് ഓഫ് നോവർ 2 ടച്ച് 2 ഗോള് ഹൊസേലു കളി ആകെ മാറ്റിമറിച്ചു എന്ന് പറയേണ്ടി വരും. ബയേണിന്റെ സൈഡിൽ നിന്ന് ഒഫെൻസീവ്ലി വേറെ ഒരു ഓപ്ഷനും ഇല്ല. പുള്ളി ലോങ് ബോളൊക്കെ ഇട്ടു. കളി തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് ബയേണിന് കിട്ടുന്നത്. ഇവിടെ ഒരു ലോങ് ബോൾ മുള്ളർ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിലിറ്റിലേക്ക് പാസ് കൊടുക്കുന്നു. ഡിലിറ്റ് ഷോട്ട് എടുക്കുന്നു. അത് ഗോളാകുകയും ചെയ്തു. എന്നാൽ ഇതിനു മുമ്പ് ലൈൻമാൻ റെഫറി ഓഫ് സൈഡ് വിളിച്ചു. നമ്മൾ റീപ്ലേ കാണുന്ന സമയത്ത് അറിയാം ഇത് ഓഫ് സൈഡ് ആണോ എന്നുള്ള കാര്യം 100% ഷുവർ അല്ല. പുള്ളി ഈ കളി കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അതിനുശേഷം ടുഷലും ലൈൻമാനും തമ്മിൽ നല്ല തരത്തിലുള്ള വാക്കേറ്റമൊക്കെ നടന്നു. ഒന്നും ശരിയായില്ല. ഈ ഒരു റെഫറിയുടെ ഈ ഒരു ഇടപെടൽ മൂലം ഒരു ഗോള് നഷ്ടമായി എന്നാണ് ടുഷൽ കളിക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. കിട്ടിയ ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്യാൻ ബയേണിന് കഴിഞ്ഞില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. എന്തായാലും 2-1 റയൽ വിജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും കാർലോ അൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഓരോ UCL ഫൈനലിലും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോർമുണ്ടിനെതിരെ ഫൈനലിൽ റയൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ റയൽ ഒരിക്കൽ കൂടി ടോപ്പ് മോസ്റ്റ് പെർഫോമൻസ് പുറത്തെടുത്തു. മറ്റൊരു കിടിലൻ തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടു. അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.